കേരളം പോലെ തന്നെ ബി.ജെ.പിക്ക് ഏറ്റവും അധികം പ്രയാസമാണ് പഞ്ചാബിൽ വിജയിക്കാൻ. ബി.ജെ.പി പഞ്ചാബ് ഭരിച്ചിട്ടുണ്ട്, പക്ഷേ അത് NDA ആയി നിന്നാണ് ബി.ജെ.പി പഞ്ചാബ് ഭരിച്ചിട്ടുള്ളത്. ഒറ്റയ്ക്ക് ബി.ജെ.പി ഇതുവരെ പഞ്ചാബ് ഭരിച്ചിട്ടില്ല. പഞ്ചാബ് എന്ന് പറയുന്നത് പാകിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന അതിർത്തി സംസ്ഥാനമാണ്. അതിർത്തി സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കണം എന്നുള്ളത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നിർബന്ധപൂർവം ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴിതാ പഞ്ചാബിലും ബി.ജെ.പി വരവറിയിച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പഞ്ചാബിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന സിവിക് പോൾ തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ ബി.ജെ.പി വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാനായി സാധിക്കും. പഞ്ചാബ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അബോഹറിലെ 50 സീറ്റുകളിൽ ബി.ജെ.പി 28 പിടിച്ചെടുത്ത് ആദ്യ മേയറെ അവിടെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പഞ്ചാബിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ AAP ആണ് ഏറ്റവും അധികം സീറ്റുകൾ വിജയിച്ചിരിക്കുന്നതും ഏറ്റവും അധികം മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഭരിക്കാൻ പോകുന്നത്. പക്ഷേ ബി.ജെ.പിക്ക് അവിടെ ആദ്യത്തെ മേയറെ കിട്ടുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. അതായത് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ കിട്ടുന്നു, അവിടെ VV രാജേഷ് മേയറായി വരുന്നു എന്ന പ്രാധാന്യം തന്നെ അതിനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അബോഹർ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി മികച്ച പ്രകടനം കാഴ്ചവെച്ച് 50 വാർഡുകളിൽ 28 നേടി ഭൂരിപക്ഷം മറികടന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ ഫലത്തോടെ അബോഹറിൽ ആദ്യത്തെ മേയർ ഭരണം രൂപീകരിക്കാൻ ബി.ജെ.പി ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2027 നിർണായകമായ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പി വിജയം ഒരു സുപ്രധാന രാഷ്ട്രീയ നാഴികക്കല്ലായി കണക്കാക്കുന്നു. പഞ്ചാബിൽ ബി.ജെ.പി തങ്ങളുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതിന്റെ സൂചനകളാണ് ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം അബോഹർ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടന്നു. നഗരത്തിലെ 50 വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിച്ചു. വലിയ തോതിലുള്ള കൃഷിയും ശക്തമായ കാർഷിക സമ്പദ് വ്യവസ്ഥയും കാരണം പഞ്ചാബിന്റെ കാലിഫോർണിയ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ അബോഹർ എന്ന് പറയുന്നത്. സാമ്പത്തികവും രാഷ്ട്രീയവുമായ വീക്ഷണകോണുകളിൽ നിന്ന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിലൊന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2027 പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൊതുജന വികാരം അളക്കുന്നതിനുള്ള ഒരു പ്രധാന അളവുകോലായി പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ കണക്കാക്കിയിരുന്നതിനാൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അല്ലെങ്കിൽ ആകർഷിച്ചു. ഈ മേഖലയിലെ വോട്ടർമാരുടെ മാനസികാവസ്ഥയുടെ ഒരു സൂചന ഈ ഫലങ്ങൾ നൽകുമെന്ന രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായി വിലയിരുത്തുന്നുമുണ്ട്. ആം ആദ്മി പാർട്ടി, ബി.ജെ.പി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ശിരോമണി അകാലിദൾ എന്നിവർ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിനാണ് തിരഞ്ഞെടുപ്പ് മത്സരം സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.